നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളക്കരയെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. 44 നദികൾ, അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകൾ, അതുപോലെ തന്നെ നമ്മുടേതെന്ന് അഭിമാനിക്കാവുന്ന വാസ്തു ശില്പ കലകൾ, അതിൽ തന്നെ ക്ഷേത്രകലകൾ, അതേ ക്ഷേത്രകലകളിൽ തന്നെ ചുമർ ചിത്രങ്ങൾ, മ്യൂറൽ. ആ മ്യൂറൽ ശരിക്കും ഇന്ന് വീടുകളിലേക്ക്, ഷോപ്പുകളിലേക്ക്, തുണിക്കടകളിലേക്ക്, സ്വർണ്ണക്കടകളിലേക്കൊക്കെ നീങ്ങിയിരിക്കുകയാണ്. മ്യൂറലുകൾ വരപ്പിക്കുന്ന ശീലം ഇന്ന് മിക്കവാറും അപ്പാർട്ട്മെന്റുകളിലും വീടുകളിലും ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മ്യൂറൽ ഇല്ലാത്ത വീടില്ല എന്ന് തന്നെ പറയാം. വരപ്പിക്കാൻ പറ്റാത്തവര് ഫ്ലെക്സിലെങ്കിലും പ്രിന്റ് എടുത്തെങ്കിലും വെക്കുന്നു. അത്ര മനോഹരമാണ്. ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂറലുള്ള ചിത്രങ്ങളിൽ വെച്ച് അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം ജനകീയമാണ് കേരളീയ കലകൾ. ആ കലകളിൽ അതേപോലെ തന്നെ മനുഷ്യ മനസ്സിലേക്കും മനുഷ്യന്റെ ഗ്രഹങ്ങളിലേക്കും ചേക്കേറിയ ഒന്നാണ് നെറ്റിപ്പട്ടം. പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്സവം ആണ് ഓർമ്മ വരുന്നത്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഉത്സവങ്ങളിൽ ആനകൾ എഴുന്നള്ളിപ്പ് ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു, പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ. ഞാൻ നെറ്റിപ്പട്ടം കെട്ടിയ ആനയെ കാണുന്നത് ഗുരുവായൂർ വെച്ചാണ്. അന്ന് എന്റെ മനസ്സിൽ അത് മുഴുവൻ സ്വർണമാണെന്ന് തന്നെയായിരുന്നു ധരിച്ചിരുന്നത്. പിന്നീട് വിചാരിച്ചു സ്വർണമല്ല, അതെല്ലാം ഇമിറ്റേഷൻ ഗോൾഡ് ആണെന്നാണ് കരുതിയത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് സ്വർണത്തിടമ്പ് തന്നെയായിരുന്നു ആനകൾക്ക് നെറ്റിപ്പട്ടമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആറന്മുള ക്ഷേത്രത്തിലെ 6ഓളം നെറ്റിപ്പട്ടമെടുത്ത് വിൽപ്പന നടത്തിയിട്ടാണ് അവിടെ റെയിൽപാളം അന്ന് രാജാവ് പണിതെന്നൊക്കെ വാർത്തകളിൽ ഇപ്പൊ കേട്ടിട്ടുണ്ട്. അപ്പൊ നെറ്റിപ്പട്ടം സ്വർണം തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ വരുന്ന ആനകളുടെ നെറ്റിപ്പട്ടം സ്വർണമല്ല, അത് ഫൈബറില് ഗോൾഡൻ കളർ പൂശിയ നെറ്റിപ്പട്ടങ്ങളാണ് കൂടുതലുള്ളത്. നെറ്റിപ്പട്ടം വീട്ടിൽ വാങ്ങി വെക്കുന്നത് ഒരു അലങ്കാരം തന്നെയാണ്. അത് ഏത് മതസ്ഥരായാലും കേരളീയ കലകളോട് സ്നേഹമുള്ളവർക്ക് നെറ്റിപ്പട്ടം വീട്ടിൽ വെക്കാം. ഞാനത് പറയാൻ കാരണം, ഞാൻ നെറ്റിപ്പട്ടം ഒരു 6 വർഷം മുമ്പ് വീട്ടിൽ ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോ അടുത്തൊരു ഓർഡർ വന്നു. ട്രഡീഷണലായിട്ട് അതേ രൂപത്തിൽ അതേ രീതിയിൽ ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓർഡർ കിട്ടി. അപ്പോഴാണ് നെറ്റിപ്പട്ടത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. അങ്ങനെ നെറ്റിപ്പട്ടം കൂടുതൽ അവസരം കിട്ടിയപ്പോ ആണ് മനസ്സിലായത് ഇതിന്റെ പിന്നില് കുറെ മിത്തുകളുണ്ട്. അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഇതാണ് നെറ്റിപ്പട്ടം. നെറ്റിപ്പട്ടം ഒരടിയിലും 1.5 അടിയിലും 2 അടി 3 അടി 4 അടി 4.5 അടി ഫീറ്റിലാണ് അടി എന്ന് പറയുന്നത്. അങ്ങനെ 5 ഫീറ്റ് വരെ നെറ്റിപ്പട്ടം ഉണ്ടാക്കാം. അതിൽ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അത് ട്രഡീഷണൽ ആവില്ല. ഇത് ഞാൻ 6 വർഷം മുമ്പ് ഉണ്ടാക്കിയ നെറ്റിപ്പട്ടമാണ്. ഞാനിപ്പോ ഇത് തുടച്ചിട്ട് പോലുമില്ല. ചുമരിന്റെ മുകളിൽ നേരിട്ട് ഇറക്കിയതാണ്. ഒരു കേടും ഇതിന് സംഭവിച്ചിട്ടില്ല. ഇത് അന്ന് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വാങ്ങിയിട്ടാണ് ചെയ്തത്. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. അന്നത്തെ എന്റെ ഫസ്റ്റിലത്തെ വർക്കായിരുന്നു. അന്ന് ഇതിന്റെ പറ്റി കൂടുതലൊന്നും മനസ്സിലാക്കാതെ തന്നെയാണ് ഇത് ചെയ്തത്. നമ്മൾ ഇതിന്റെ മെറ്റീരിയൽ വാങ്ങിയിട്ട് നമ്മൾ ഓരോരുത്തരുണ്ടാക്കുമ്പോഴും അത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും വരിക. കാരണം ഇവിടെ ഞാൻ 3 കുമിളകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 5 കുമിളകൾ കൊടുക്കാം.
അതല്ലെങ്കിൽ ഈ റെഡ് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആക്കാം, യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആക്കാം, ഇങ്ങനെയെല്ലാം ചെയ്യാം. പക്ഷെ ഞാൻ അതിലൊന്നും വ്യത്യാസമൊന്നും വരുത്താതെ റെഡാണ് ഗോൾഡൻ കളറിന് കൂടുതലും മാച്ച് ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഇത് ചെയ്തത്. ഇതിൽ ഈ തോരണം കൊടുത്തിരിക്കുന്ന നൂലുകൾക്കൊന്നും തന്നെ കളർ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ കളറുകൾക്കുള്ള ഒരു പ്രത്യേകത പ്രാഥമിക വർണ്ണങ്ങളാണ്, പ്രൈമറി കളേഴ്സ്, ബ്ലൂ, യെല്ലോ, റെഡ്. അത് അങ്ങനെയുള്ള കളറാണ് ഇതിൽ കൊടുക്കുക. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഉത്സവത്തിന് പോകുന്ന സമയത്ത് ആനകളുടെ നെറ്റിപ്പട്ടത്ത് നോക്കിയാല് വെള്ള കളർ കൊടുത്തിരിക്കുന്നത് കാണാം. ശരിക്കും ട്രഡീഷണൽ ആയിട്ട് വെള്ള കളർ വരുന്നില്ല. വെള്ള കളർ കൊടുക്കുന്നത് കൂടുതൽ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി, ഈ കളറുകളുടെ ഇടയിൽ വെള്ള കൊടുക്കുമ്പോൾ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ള കളർ കൊടുക്കുന്നത്. ഇത് പ്രാഥമിക വർണ്ണങ്ങൾ മാത്രം, പ്രൈമറി കളേഴ്സ് മാത്രമാണ് ഉപയോഗിച്ചത്. ഇതിൽ നിന്ന് ഒരൊറ്റ കുമിളകൾ പോലും ഇളകി പോയിട്ടില്ല. എല്ലാം കളറുകളൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വാങ്ങി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ നെറ്റിപ്പട്ടം നിർമ്മിച്ചിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ. 4 അടി ആണിത്. ഈ ലെങ്താണ് 4 അടി എന്ന് പറയുന്നത്. ഇതടക്കം 4.5 അടി വരും. 4 അടിയുള്ള ഈ നെറ്റിപ്പട്ടം ട്രഡീഷണൽ ആയിട്ട് തന്നെ നിർമ്മിക്കണമെന്ന് അവരുടെ നിർബന്ധത്താലാണ് ഇങ്ങനെ നിർമ്മിച്ചത്. ഇത് 3 എണ്ണത്തിന്റെ ഓർഡറാണ്. ഇത് മലേഷ്യയിലേക്ക് പോകാനുള്ളതാണ്. ഇപ്പോ എന്തായാലും ഒരു 2 ആഴ്ചയും കൂടി ഇവിടെ ഉണ്ടാവും. എങ്കിലേ 2 വർക്കും കൂടി എനിക്ക് തീർക്കാൻ കഴിയുള്ളൂ. അതും കൂടി തീർത്ത് കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണിത് ഓർഡർ തന്നിരിക്കുന്നത്. അപ്പോൾ എന്റെ പഴയ നെറ്റിപ്പട്ടം കണ്ടിട്ടാണ് അവരത് ഓർഡർ തന്നത്. അപ്പൊ പിന്നെ ഞാൻ ഏതായാലും നിർമ്മിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ നിർമ്മിച്ചത്. ഈ നിർമ്മാണത്തില് ബാക്ക്ഗ്രൗണ്ട് ഗോൾഡൻ കളർ തുണിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഗോൾഡൻ കളർ തുണിയില് ഈ കുമിളകള് ഗോൾഡൻ കളർ വരുമ്പോഴാണ് അതിന്റെ ഭംഗി നമുക്ക് കിട്ടുക. ഇതിനെ കുംഭകിണ്ണം എന്നാ പറയുക, കുംഭകിണ്ണം എന്നാണ് പറയുക. അതേപോലെ ഇത് സപ്തർഷികളാണ്. അതുപോലെ ലക്ഷ്മി, സരസ്വതി, പാർവതി, അതുപോലെ വിശ്വകർമ്മ, വിശ്വാമിത്ര, അഷ്ടവസ്തുക്കൾ, നവഗ്രഹങ്ങൾ, ത്രിമൂർത്തികൾ, മൂലഗണപതി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുംഭകിണ്ണം, കാളാഞ്ചി, കുമിളകൾ. ഇതിൽ തന്നെ കുമിളകള് 1368 കുമിളകൾ വരും. അതുപോലെ അതിൽ കുറച്ചുകൂടി വലിയ കുമിളകൾ 130 എണ്ണം. ഇത് ചന്ദ്രക്കലയാണ്. 7 എണ്ണം, 5ഉം 2ഉം 7 എണ്ണം വരും. അതുപോലെ കുംഭകിണ്ണം, കാളാഞ്ചി ഇത്യാദി രൂപങ്ങളെല്ലാം ഒതുക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പൊ പുതുതായിട്ട് നിർമ്മിക്കുന്ന പലരും ആദ്യമേ കുമിളകളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞ്, എളുപ്പപ്പണിക്ക് കുമിളകൾ ഒട്ടിച്ചതിന് ശേഷം ബാക്കിയെല്ലാം അതിന്റെ മുകളിൽ ഒട്ടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഒരിക്കലും നെറ്റിപ്പട്ടത്തിന് ഭൂഷണമല്ല. ഇതൊരു ട്രഡീഷണൽ ആയിട്ട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെതായ രൂപത്തിലും ഭാവത്തിലും എണ്ണത്തിലും കൃത്യത വരുത്തിക്കൊണ്ട് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് ഒരു പൂർണ്ണമായിട്ടുള്ള നെറ്റിപ്പട്ടമായിട്ട് നിൽക്കുകയുള്ളൂ. അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മെറ്റീരിയലാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ചൂരൽപ്പൊളി എന്ന് പറയുന്ന വസ്തുവാണ്. ഈ കാണുന്നതെല്ലാം ചൂരൽപ്പൊളിയാണ്. ഇത് പലരും ഇവിടെ ഒക്കെ ഒട്ടിച്ച് കാണുന്നുണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും ഭംഗിയും വൃത്തിയും കാണുന്നത്. അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ്, ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് വെൽവെറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ കൺകാളാഞ്ചി കുഞ്ചലം, ഇതാണത്. അതുപോലെ ബാക്കില് ഫോം ഷീറ്റാണ് വരുന്നത്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പ്രാഥമിക വർണ്ണങ്ങൾ നീല, മഞ്ഞ, ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഒരു നെറ്റിപ്പട്ടത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ പിറകിൽ വേറെ എന്തെങ്കിലും കാർബോർഡോ ഒന്നും തന്നെ വെക്കേണ്ട ആവശ്യമില്ല. ഇത് കേടുവരില്ല.
നനവുള്ള ചുമരിൽ വെക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നനവുള്ള ചുമരിൽ വെക്കരുത്, കഴിയുന്നതും കൂടുതൽ വെയില് തട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കരുത്. ഗോൾഡൻ കളറാണ്, ഗോൾഡല്ല കേട്ടോ, ഗോൾഡല്ല. അപ്പോ ഇത്തരമൊന്ന് നിർമ്മിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം 4000 രൂപ 4500 രൂപയോ വരും. മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് വില പറയുന്നത്. ഇത് 4.5 അടിയുള്ളത് 4500 രൂപേന്റെ അടുത്ത് വരുന്നുണ്ട് വില. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ മതം വേറെയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഇതുപോലത്തെ ഒരെണ്ണം കൊണ്ടുവെക്കാൻ പറ്റുമോ എന്ന്. ഇത് കേരളീയ കലകളാണ്. കേരളീയ കല എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ളതാണ്. ഇത് ഇത്തരം ഒരു കലാസൃഷ്ടി ഉണ്ടെങ്കിൽ ഒരു വീടിന്റെ വിസിറ്റിംഗ് റൂമിന്റെ പിന്നെ മറ്റൊന്നും വേണ്ട, അത്രമാത്രം മനോഹാരിത നൽകുന്ന ഒന്നാണ്. ഇതെല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സംഗതി. നെറ്റിപ്പട്ടത്തിന്റെ കുറെയെല്ലാം വിശേഷങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഈ നെറ്റിപ്പട്ടം എവിടെ വെക്കാം? ഇത് ഏത് ഷോപ്പിലും എവിടെ വേണമെങ്കിലും നമുക്ക് നെറ്റിപ്പട്ടം വെക്കാം. ഇത് കേരളീയ കലകളുടെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ്. അപ്പൊ എന്നോട് മറ്റൊരു മതത്തിലുള്ള ഒരാൾ വന്ന് ചോദിച്ചു, എനിക്ക് എന്റെ വീട്ടിൽ വെക്കാൻ പറ്റുമോ ഇത് വളരെ മനോഹരായിരിക്കുന്നല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇത് ഒരു കലാരൂപമായിട്ട് മാത്രം കാണുക. ഇതിൽ നമുക്ക് മറ്റൊന്നും കാണണ്ട. ഇതൊരു കലാരൂപമായിട്ട് മാത്രം കാണുക എങ്കിൽ ഏത് വീട്ടിലും ഏത് ഷോപ്പിലും ഇത് വെക്കാം. ഇപ്പോ പല ഷോപ്പിലും ഇത് വെക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പല ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിൽ വരെ നെറ്റിപ്പട്ടം വെക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഭംഗി ഏതൊരാളെയും ആകർഷിക്കുന്ന തരത്തിലാണ്. ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാതെ ആരും പോകാറില്ല. ഞാൻ ഇതിന്റെ പണി തുടങ്ങുന്ന അവസരം മുതൽക്ക് ഇവിടെ വരുന്നവരൊക്കെ ഫോട്ടോ എടുത്ത് പോകാറാണ് പതിവ്. അപ്പോ ഇത്തരം ഒരു നെറ്റിപ്പട്ടം നിങ്ങളുടെ വീട് അലങ്കരിക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ ലിവിംഗ് റൂമിൽ ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടായാൽ മതി, ആ വീട് മനോഹരമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിലത്ത് വെക്കരുത്, മഴപ്പാറൽ കൊള്ളുന്ന സ്ഥലങ്ങളിൽ വെക്കരുത്, പിന്നെ നനഞ്ഞ ചുമരിന്റെ മുകളിൽ വെക്കരുത്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലെവലിൽ മാത്രമേ നമ്മുടെ പിക്ചറുകളെല്ലാം തൂക്കാൻ പറ്റുള്ളൂ. ക്ലോക്ക് ആയാലും കലണ്ടർ ആയാലും പിക്ചറുകളായാലും ഇതിന്റെ മുകളിലേക്ക് വരുന്നതൊക്കെ നമുക്ക് കാഴ്ചയ്ക്ക് തടസ്സം വരുത്തുന്ന സംഗതികളാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ ജനലിന്റെ വാതിലിന്റെ ലെവലിൽ വരുന്ന ഭാഗങ്ങളിൽ നിന്ന് നേരെ താഴോട്ട് മാത്രമേ തൂക്കാൻ പാടുള്ളൂ. പലരും ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കും. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കളറ് പെട്ടെന്ന് മങ്ങും. ചിലർ പറയും തൊടുവിലെ പലരും വന്നിട്ടുണ്ട്. തൊട്ടോട്ടെ, ഒരു കേടും വരില്ല. തൊട്ടത് കൊണ്ടൊന്നും ഒരു കേട് വരില്ല. പുളി പോലുള്ള വസ്തുക്കൾ തൊടാതിരുന്നാൽ മാത്രം മതി. ഒരാൾ തൊട്ടത് കൊണ്ട് ഇത് പറഞ്ഞു വീഴുകയോ ഒന്നും ആവില്ല. അപ്പൊ പ്ലാസ്റ്റിക് കവറുകൾ ഇട്ടിട്ട്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവർ ഇട്ടിട്ട് ഇത് കൊണ്ടുവന്ന് വെക്കരുത്. അപ്പൊ പൊടി കൂടുതൽ പിടിക്കുക ചെയ്യുക. ഇതുപോലത്തെ ഒരു കലാരൂപം നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.